ഇന്ത്യൻ ജോഗ്രഫിയിൽ അടുത്ത് പറയാനുള്ള ഭൂപ്രകൃതി വിഭാഗമാണ് തീരസമതലങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, മരുപ്രദേശം, ഉപദ്വീപീയ പീഠഭൂമി പ്രദേശം, ഈ 4 ഭൂപ്രകൃതി വിഭാഗങ്ങളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് തീരസമതലങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ തീരസമതലങ്ങൾ എന്ന് പറയുമ്പോൾ പൊതുവെ തീരപ്രദേശമായിരിക്കും, അതായത് കടലുമായിട്ട് അടുത്ത് ബന്ധം പുലർത്തുന്ന സമതല പ്രദേശമാണ് തീരസമതല പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കോസ്റ്റൽ പ്ലെയിൻ ഏതൊക്കെയാണ്, ഇന്ത്യയുടെ കോസ്റ്റൽ പ്ലെയിൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഉപദ്വീപീയ ഇന്ത്യയുടെ പടിഞ്ഞാറും കിഴക്കുമായി ദീർഘമായ തീരസമതലമാണ് ഉള്ളത്. എന്താണ് അപ്പോൾ ഉപദ്വീപീയ ഇന്ത്യ എന്ന് പറയുന്നത്? ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഇന്ത്യൻ ജോഗ്രഫിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലൊക്കെ പറഞ്ഞതാണ് എന്താണ് ഉപദ്വീപീയ ഇന്ത്യ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. 3 വശവും കടലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മേഖലയാണ്, അല്ലെങ്കിൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മേഖലയാണ് ഉപദ്വീപ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഉപദ്വീപ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഉപദ്വീപിന്റെ കിഴക്കൻ അതിർത്തിയും ഇന്ത്യൻ ഉപദ്വീപിന്റെ പടിഞ്ഞാറൻ അതിർത്തിയും പരിഗണിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് ഭാഗവും എന്തായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുകയാണ്? ഈ പറയുന്ന തീരങ്ങളുമായിട്ട് അല്ലെങ്കിൽ സമുദ്രങ്ങളുമായി ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന കിഴക്കൻ ഭാഗത്തും പടിഞ്ഞാറൻ ഭാഗത്തും തീരസമതലങ്ങൾ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഉപദ്വീപീയ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തും കിഴക്കൻ ഭാഗത്തും തീരസമതലം കാണപ്പെടുന്നുണ്ട്. ഇനി ആ അതിർത്തിയെ പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അതായത് നമ്മൾ ഉപദ്വീപീയ ഇന്ത്യ പരിഗണിക്കുമ്പോൾ ഉപദ്വീപീയ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് അറബിക്കടലാണ്. അപ്പോൾ തീരസമതലത്തിന്റെ ഒരു അതിര് ആരായിട്ട് വരും? അറബിക്കടലായിട്ട് വരും. ഇനി അതേപോലെ തന്നെ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ട പർവ്വതനിര. അതായത് പശ്ചിമഘട്ട മലനിരകൾക്കും അറബിക്കടലിനും ഇടയിലായി വരുന്ന സമതല പ്രദേശമാണ് തീരസമതലം എന്ന് പറയുന്നത്. ഈ തീരസമതലത്തെ വിളിക്കുന്ന പേര്, പടിഞ്ഞാറല്ലേ കാണപ്പെടുന്നത്, അതുകൊണ്ട് ഈ തീരസമതലത്തെ വിളിക്കുന്ന പേരാണ് പടിഞ്ഞാറൻ തീരം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ പടിഞ്ഞാറൻ തീരം അഥവാ പശ്ചിമ തീരം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഒരു തീരസമതലം നമുക്ക് മനസ്സിലായി, പശ്ചിമ തീരം എന്നാണ് പറയുന്നത്. അപ്പോൾ പശ്ചിമ തീരം കാണപ്പെടുന്നത് അറബിക്കടലിനും അതുപോലെ തന്നെ പശ്ചിമഘട്ട മലനിരകൾക്കും ഇടയിലായി പടിഞ്ഞാറ്, ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തായി കാണപ്പെടുന്ന തീരപ്രദേശമാണ് പശ്ചിമ തീരം എന്ന് പറയുന്നത്. ഇനി പശ്ചിമതീരത്തെ പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ആദ്യം നമുക്ക് ജസ്റ്റ് ഒരു അതിർത്തി മാത്രം ഒന്ന് പറയാണ്. ഇനി ഇതേപോലെ തന്നെ കിഴക്കു ഭാഗത്തും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഉപദ്വീപിന്റെ കിഴക്കു ഭാഗത്ത് കാണപ്പെടുന്നത് ബംഗാൾ ഉൾക്കടലാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഉപദ്വീപിന്റെ കിഴക്കു ഭാഗത്ത് കാണപ്പെടുന്ന മലനിരകൾ എന്ന് പറയുന്നത് പൂർവ്വഘട്ട മലനിരകളാണ്. അപ്പോൾ പൂർവ്വഘട്ട മലനിരകൾക്കും ബംഗാൾ ഉൾക്കടലിനും ഇടയിലായി കാണപ്പെടുന്ന തീരസമതലത്തെയാണ് കിഴക്കൻ തീരം അഥവാ പൂർവ്വതീരം എന്ന് അറിയപ്പെടുന്നത്. അതായത് പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും ഇടയിലായി കാണപ്പെടുന്ന തീരസമതലത്തെ പൂർവ്വതീരം അഥവാ കിഴക്കൻ തീരം എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇന്ത്യൻ ഉപദ്വീപിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് തീരസമതലങ്ങളാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. പശ്ചിമ തീരവും പൂർവ്വ തീരവും. പടിഞ്ഞാറ് കാണപ്പെടുന്ന പടിഞ്ഞാറൻ തീരം അഥവാ പശ്ചിമ തീരവും കിഴക്ക് കാണപ്പെടുന്ന പൂർവ്വ തീരവുമാണ് രണ്ട് തീരസമതലങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ആകെ തീരസമതലം എന്ന് പറയുന്നത് 7516 കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ ആകെ തീരസമതലം എന്ന് പറയുന്നത്. ആ സമതലത്തിൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തീരസമതലവും ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ലക്ഷദ്വീപിന്റെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിന്റെയും കടൽ തീരവും കൂടി ചേർത്താണ് ഈ 7516 കിലോമീറ്റർ എന്ന് പറയുന്നത്. കാരണം ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാർ ദ്വീപും ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ആ കടൽ തീരം കൂടി പരിഗണിച്ചിട്ടാണ് 7516 കിലോമീറ്റർ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ 9 സംസ്ഥാനങ്ങൾക്ക് കടൽ തീരമുണ്ടെന്ന് നമുക്കറിയാം. നമ്മൾ പഠിച്ചതാണ്. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് നമ്മൾ പറഞ്ഞപ്പോൾ 9 സംസ്ഥാനങ്ങൾക്ക് കടൽ തീരം ഉള്ള സംസ്ഥാനങ്ങളാണ്. അത് ഏതൊക്കെയാണ്? ഗുജറാത്ത് മുതൽ ഇങ്ങോട്ട് ഉള്ള സംസ്ഥാനങ്ങൾക്ക് കടൽ തീരമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒറീസ, പശ്ചിമ ബംഗാൾ. ഇത്രയും 9 സംസ്ഥാനങ്ങൾക്കാണ് കടൽ തീരവുമായിട്ട് നേരിട്ട് ബന്ധമുള്ള സംസ്ഥാനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 4 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും എന്തുണ്ട്? കടൽ തീരമുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഈ 9 സംസ്ഥാനങ്ങളിൽ കേരളത്തിന് 5ാം സ്ഥാനമാണുള്ളത്. അതായത് കേരളത്തിന്റെ കടൽ തീരം എന്ന് പറയുന്നത് ഈ 9 സംസ്ഥാനങ്ങൾ പരിഗണിക്കുമ്പോൾ അത് 5ാം സ്ഥാനത്താണ്. കടൽ തീരത്തിന്റെ ദൈർഘ്യം അല്ലെങ്കിൽ വിസ്തീർണത്തിൽ എത്രാം സ്ഥാനമാണ്? 5ാം സ്ഥാനത്താണ് കേരളത്തിന്റെ ഒരു സ്ഥാനം, കടൽ തീര സ്ഥാനം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ പശ്ചിമ തീരത്തിലേക്കും പൂർവ്വ തീരത്തിലേക്കും, അതായത് ഭൂപ്രകൃതി വിഭാഗത്തിലേക്ക് വരാം. പശ്ചിമ തീരം, പൂർവ്വ തീരത്തെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ആദ്യം പശ്ചിമ തീരത്തിലേക്ക് വരാം. പശ്ചിമ തീരം അഥവാ പടിഞ്ഞാറൻ തീരം. ഇപ്പം നമ്മുടെ മനസ്സിൽ വരേണ്ടത് ഇന്ത്യയുടെ മാപ്പ്, അതിനകത്ത് പശ്ചിമഘട്ട മലനിരകൾ, പടിഞ്ഞാറ് ഭാഗത്തായി കാണപ്പെടുന്ന പശ്ചിമഘട്ട മലനിരകളെ ഓർക്കുക. അതുപോലെ തന്നെ കേരളം ഉൾപ്പെടുന്ന പ്രദേശത്തൂടെ കടന്നു പോകുന്ന പശ്ചിമഘട്ട മലനിരകളെ ഓർക്കുക. അതുപോലെ തന്നെ അറബിക്കടലിനെയും ഓർക്കുക. അപ്പോൾ ഇവയ്ക്കിടയിൽ കാണപ്പെടുന്ന തീരപ്രദേശമാണ് അല്ലെങ്കിൽ തീരസമതലമാണ് പടിഞ്ഞാറൻ തീരം അഥവാ പശ്ചിമ തീരം എന്ന് പറയുന്നത്. അപ്പം അവിടെ വരുന്ന സംസ്ഥാനങ്ങളെയും കൂടി നമുക്കൊന്ന് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. ഗുജറാത്ത് മുതൽ കേരളം വരെ വരുന്ന സംസ്ഥാനങ്ങളെ കൂടി നമുക്കൊന്ന് കാണാനായിട്ട് പറ്റണം, മനസ്സിൽ കാണാനായിട്ട് പറ്റണം. അപ്പോൾ പശ്ചിമ തീരം അഥവാ പടിഞ്ഞാറൻ തീരം എന്ന് പറയുന്നത് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ, അതായത് തമിഴ്നാട്ടിലെ ഏറ്റവും താഴെയുള്ള പോയിന്റ് ആയിട്ടുള്ള കന്യാകുമാരി വരെ വ്യാപിച്ച് കിടക്കുന്ന തീരസമതലമാണ് പടിഞ്ഞാറൻ തീരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പശ്ചിമ തീരം എന്ന് പറയുന്നത്. അപ്പോൾ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ കാണപ്പെടുന്ന തീരസമതലമാണ്, പശ്ചിമഘട്ട മലനിരകൾക്കും അറബിക്കടലിനും ഇടയിലായി കാണപ്പെടുന്ന തീരസമതലമാണ് പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയുന്നത്.
ഇനി ഈ പറയുന്ന പടിഞ്ഞാറൻ തീരത്തെ നമുക്ക് പല തീരപ്രദേശമായിട്ട് തരംതിരിക്കാം. അതായത് ഓരോ പ്രദേശത്തെത്തുമ്പോൾ അത് ഓരോ പേരുകളിലാണ് ആ തീരപ്രദേശത്തെ അറിയപ്പെടുന്നത്. ഈ പശ്ചിമതീരം എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും പൊതുവായി അറിയപ്പെടുന്നതെങ്കിലും അത് ഓരോ പ്രദേശത്തെത്തുമ്പോൾ അതിന്റെ പ്രാദേശികമായിട്ടുള്ള പേരുകൾ സ്വീകരിച്ച് ആ തീരപ്രദേശം എന്നാണ് അറിയപ്പെടുന്നത്. ഗുജറാത്ത് മേഖലയിൽ എത്തുമ്പോൾ അത് ഗുജറാത്ത് തീരം എന്നാണ് അറിയപ്പെടുന്നത്. ഗുജറാത്ത് ആ മേഖലയിലൊക്കെ ഗുജറാത്ത് തീരം എന്നാണ് അറിയപ്പെടുന്നത്. ഇനി അതേസമയം ഗോവ പ്രദേശത്തെത്തുമ്പോൾ അതായത് മർമ്മഗോവ പ്രദേശത്തെത്തുമ്പോൾ ഈ പറയുന്ന പടിഞ്ഞാറൻ തീരത്തെ അല്ലെങ്കിൽ പശ്ചിമ തീരത്തെ അറിയപ്പെടുന്നത് കൊങ്കൺ തീരം എന്നാണ് അറിയപ്പെടുന്നത്. ഇനി മംഗലാപുരം മർമ്മഗോവ ആ ഭാഗത്തൊക്കെ വരുന്ന സമയത്ത് അതായത് മംഗലാപുരം എന്നൊക്കെ പറയുമ്പോൾ കർണാടക ഭാഗമാണ്. അപ്പോൾ ആ തീരപ്രദേശത്തെ അറിയപ്പെടുന്നത് കർണാടക തീരം എന്നാണ് അറിയപ്പെടുന്നത്. ഇനി നമ്മുടെ കേരള ഭാഗത്തേക്കൊക്കെ എത്തുമ്പോൾ ആ പശ്ചിമ തീരത്തിനെ അറിയപ്പെടുന്ന പേര് മലബാർ തീരം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ പറയുന്ന പശ്ചിമ തീരത്തെ അല്ലെങ്കിൽ പടിഞ്ഞാറൻ തീരത്തെ തന്നെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. പല പ്രദേശങ്ങളിൽ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ജസ്റ്റ് അത് ഏതൊക്കെയാണെന്നൊന്ന് ആലോചിച്ച് വെച്ചിരിക്കുക. ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, കർണാടക തീരം, മലബാർ തീരം. അതായത് ഇപ്പോൾ ചിലപ്പം ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാം, മലബാർ തീരം പശ്ചിമ തീരത്തിൽ ഉൾപ്പെടുന്ന തീരസമതലമാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് സോർട്ട് ചെയ്ത് അറിയാൻ പറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ മലബാർ തീരം എന്ന് പറയുന്നത് പശ്ചിമ തീരത്തിൽ അല്ലെങ്കിൽ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ്. ഇനി പടിഞ്ഞാറൻ തീരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ പ്രവാഹം കൂടുതലായി കാണപ്പെടുന്ന ഒരു പ്രദേശമാണ് പടിഞ്ഞാറൻ തീരം. അപ്പോൾ പടിഞ്ഞാറൻ തീരങ്ങളിൽ മൺസൂൺ കാറ്റ് കൂടുതലായി ലഭിക്കുകയും അവിടെ മൺസൂൺ മഴ, പ്രത്യേകിച്ച് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴ കൂടുതലായി ലഭിക്കുന്ന ഒരു പ്രദേശമാണ് പടിഞ്ഞാറൻ തീരം എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ പടിഞ്ഞാറൻ തീരത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് തുറമുഖങ്ങൾക്ക് ഒരുപാട് അനുയോജ്യമായിട്ടുള്ള ഒരു തീരപ്രദേശമാണ് പടിഞ്ഞാറൻ തീരം. ഇനി നമ്മൾ അങ്ങോട്ട് പഠിക്കാൻ പോകുന്ന പൂർവ്വതീരം അഥവാ കിഴക്കൻ തീരവുമായിട്ട് കമ്പയർ ചെയ്ത് പറയുമ്പോൾ പടിഞ്ഞാറൻ തീരം തുറമുഖങ്ങൾക്ക് കൂടുതൽ അനുയോജ്യമായിട്ടുള്ള ഒരു തീരമാണ് പടിഞ്ഞാറൻ തീരം എന്ന് പറയുന്നത്. ഈ പടിഞ്ഞാറൻ തീരത്തെ അല്ലെങ്കിൽ പശ്ചിമ തീരത്തെ അറിയപ്പെടുന്നത് എമർജന്റ് ആൻഡ് സബ്മർജന്റ് തീരം എന്നാണ് അറിയപ്പെടുന്നത്. എമർജന്റ് ആൻഡ് സബ്മർജന്റ് തീരം എന്നാണ് പടിഞ്ഞാറൻ തീരത്തെ അറിയപ്പെടുന്നത്. അതിൽ പടിഞ്ഞാറൻ തീരത്തിലെ ഒരു പ്രത്യേകതയാണ് ലഗൂണുകൾ കൂടുതലായി കാണപ്പെടുന്ന തീരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പടിഞ്ഞാറൻ തീരത്തിലെ തന്നെ മലബാർ തീരത്തിലാണ് ലഗൂണുകൾ കൂടുതലായി കാണപ്പെടുന്നത്. അപ്പോൾ ലഗൂണുകൾ കൂടുതലായി കാണപ്പെടുന്ന തീരസമതലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലബാർ തീരമാണ്. മലബാർ തീരം ഏത് തീരമേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പശ്ചിമ തീരം അല്ലെങ്കിൽ പടിഞ്ഞാറൻ തീരവുമായി ബന്ധപ്പെട്ടാണ് കാണപ്പെടുന്നത്. ഇതാണ് പടിഞ്ഞാറൻ തീരത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഏത് തീരപ്രദേശമുണ്ട്? ഈ പറയുന്ന പൂർവ്വതീരം എന്ന് പറയുന്ന കിഴക്കൻ തീരപ്രദേശമുണ്ട്. അപ്പോൾ ഈ കിഴക്കൻ തീരപ്രദേശം സ്റ്റാർട്ട് ചെയ്യുന്നത് കന്യാകുമാരിയിൽ നിന്ന്, അതായത് തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയും അത് ബംഗാളിലെ പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ ഡെൽറ്റ പ്രദേശം വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു തീരസമതലമാണ് പൂർവ്വതീരം അഥവാ കിഴക്കൻ തീരം എന്നറിയപ്പെടുന്നത്. കന്യാകുമാരിയിൽ സ്റ്റാർട്ട് ചെയ്ത് പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ ഡെൽറ്റ പ്രദേശം വരെ വ്യാപിച്ചു കിടക്കുന്ന തീരപ്രദേശമാണ് പൂർവ്വതീരം അഥവാ കിഴക്കൻ തീരം എന്ന് പറയുന്നത്. ഇനി ഈ പൂർവ്വതീരത്തെയും നമുക്ക് പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഓരോ പ്രദേശത്തും പൂർവ്വതീരവും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. അതായത് കൊറമാഞ്ചൽ തീരം എന്നറിയപ്പെടുന്നു. അതായത് തമിഴ്നാട് പ്രദേശങ്ങളിൽ ഇത് അറിയപ്പെടുന്നത് കൊറമാഞ്ചൽ തീരം എന്നാണ് അറിയപ്പെടുന്നത്. അതേസമയം ആന്ധ്ര പോലുള്ള പ്രദേശങ്ങളിലേക്ക് എത്തുമ്പോൾ അവിടെ അറിയപ്പെടുന്നത് ആന്ധ്ര തീരം എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഈ പറയുന്ന പശ്ചിമ ബംഗാൾ, ഒറീസ പശ്ചിമ ബംഗാൾ ഭാഗത്തേക്കൊക്കെ എത്തുമ്പോൾ അവിടെ അറിയപ്പെടുന്നത് ഉൽക്കൻ തീരം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കൊറമാഞ്ചൽ തീരം, ആന്ധ്ര തീരം, ഉൽക്കൻ തീരം ഇതെല്ലാം പൂർവ്വതീരത്തിൽ പെടുന്ന ഓരോ തീരമേഖലയാണെന്ന് പറയാനായിട്ട് പറ്റും. ഇനി ഈ പറയുന്ന കിഴക്കൻ തീരം അഥവാ പൂർവ്വതീരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് തീരപ്രദേശങ്ങളിലും ഏറ്റവും വീതി കൂടുതലുള്ള തീരപ്രദേശമാണ് പൂർവ്വതീരം അഥവാ കിഴക്കൻ തീരം എന്ന് പറയുന്നത്. അപ്പോൾ കിഴക്കൻ തീരത്തെ സംബന്ധിച്ചിടത്തോളം വീതി കൂടുതലായിട്ടുള്ള അല്ലെങ്കിൽ വിസ്തൃതി കൂടുതലായിട്ടുള്ള ഒരു തീരപ്രദേശമാണ് പൂർവ്വതീരം അഥവാ കിഴക്കൻ തീരം എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഉപദ്വീപിയൻ നദികളുണ്ട്. അതായത് ഈ പറയുന്ന ഗോദാവരി, കൃഷ്ണ പോലുള്ള ഉപദ്വീപിയൻ നദികളുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഉപദ്വീപിയൻ നദികൾ വഹിച്ചുകൊണ്ട് വരുന്ന അവസാദങ്ങൾ സൃഷ്ടിക്കപ്പെട്ട് അല്ലെങ്കിൽ അങ്ങനെ അവ വഹിച്ചുകൊണ്ട് വരുന്ന അവസാദങ്ങൾ ചേർന്ന് രൂപപ്പെടുന്ന ഡെൽറ്റ പ്രദേശമാണ് പൊതുവെ ഈ പറയുന്ന പൂർവ്വതീരം എന്ന് പറയുന്നത്. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി പോലെയുള്ള ഉപദ്വീപിയൻ നദികൾ സൃഷ്ടിക്കുന്ന വലിയ ഡെൽറ്റ പ്രദേശങ്ങൾ അല്ലെങ്കിൽ എക്കൽ നിക്ഷേപം ഉള്ള പ്രദേശങ്ങളാണ് കിഴക്കൻ തീരസമതലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ എക്കൽ നിക്ഷേപം ഉള്ള ഒരു പ്രദേശമാണ് കിഴക്കൻ തീരസമതലം. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഫലഭൂഷ്ടിയുള്ള ഒരു തീരസമതലമാണ് ഈ പറയുന്ന പൂർവ്വതീരം. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും ഫലഭൂഷ്ടിയുള്ള ഒരു തീരസമതലമാണ് പൂർവ്വതീരം. അതിന് കാരണം എന്ന് പറയുന്നത് ഈ നദികൾ കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപം ഉള്ളതുകൊണ്ടാണ്. ഈ പൂർവ്വതീരത്തിലേക്ക് ഒഴുകി വരുന്ന നദികൾ നമ്മൾ പറഞ്ഞു, അവയെ ഉപദ്വീപിയൻ നദികൾ എന്നാണ് വിളിക്കുന്നത്. അതിൽ തന്നെ ഗോദാവരി, കൃഷ്ണ, മഹാനദി, കാവേരി നദികൾ ഈ പറയുന്ന പൂർവ്വതീരത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദികളാണ്. പൂർവ്വതീരത്തെ സംബന്ധിച്ചിടത്തോളം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ പ്രഭാവം വളരെ കുറവാണ്. ആ മഴ വളരെ കുറവാണ്. പക്ഷേ വടക്കിഴക്കൻ മൺസൂൺ കൂടുതലായി അനുഭവപ്പെടുന്നത് പൂർവ്വതീരത്താണ്. അതായത് തമിഴ്നാട് മേഖലകളിലാണ് ഈ പറയുന്ന വടക്കിഴക്കൻ മൺസൂൺ കാറ്റ് കൂടുതലായി പ്രഭാവം ചെലുത്തുന്നതും അവിടെ കൂടുതൽ മഴ കിട്ടുന്നത് വടക്കിഴക്കൻ മൺസൂൺ മഴയാണ്. അപ്പോൾ പൂർവ്വതീരത്തിൽ കൂടുതലായി അനുഭവപ്പെടുന്നത് വടക്കിഴക്കൻ മൺസൂൺ ആണ്. ഇനി പൂർവ്വതീരത്തെ അറിയപ്പെടുന്നത് എമർജന്റ് കോസ്റ്റ് ലൈൻ എന്നാണ് അറിയപ്പെടുന്നത്. പശ്ചിമതീരം എന്ന് പറയുന്നത് എമർജന്റ് ആൻഡ് സബ്മർജന്റ് ആയിരുന്നു. പക്ഷേ പൂർവ്വതീരം എന്ന് പറയുന്നത് എമർജന്റ് കോസ്റ്റ് ലൈൻ മാത്രമാണ് പൂർവ്വതീരം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പശ്ചിമതീരത്തെയും പൂർവ്വതീരത്തെയും പറ്റി നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ പ്രധാനമായിട്ട് ഓർത്തു വെക്കേണ്ടത് ലഗൂണുകൾ കൂടുതലായി കാണപ്പെടുന്ന തീരപ്രദേശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലബാർ തീരമാണ്. നമ്മുടെ ഇങ്ങനെ ചോദിക്കുകയാണ്, കൊറമാഞ്ചൽ തീരം പശ്ചിമതീരത്തിലാണോ പൂർവ്വതീരത്തിലാണോ ഉൾപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് മനസ്സിലാക്കണം കൊറമാഞ്ചൽ തീരം എന്ന് പറയുന്നത് പൂർവ്വതീരമാണ് അല്ലെങ്കിൽ കിഴക്കൻ തീര സമതല പ്രദേശത്ത് ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് തീരസമതലം അല്ലെങ്കിൽ തീരപ്രദേശം എന്ന ഭൂവിഭാഗത്തെ പറ്റി പറയാനായിട്ടുള്ളത്.